അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ ഒരു ചോദ്യം കേട്ടോ. ഈ കാബിലൊന്ന് പറഞ്ഞ കായ് തിരിച്ചു തരാനാണ്. നിങ്ങൾക്ക് ഉംറ റാഹത്ത് അയക്കണോ? എത്ര ഉംറ ചെയ്തു? 10 ഉംറ ചെയ്തില്ലേ? അള്ളാഹു ആഫിയത്ത് ആരോഗ്യ തെറ്റ്. നമ്മളെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട്, വലിയ വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ട്. അള്ളാഹ് ആഫിയത്ത് ആരോഗ്യമൊക്കെ അള്ളാഹു തെറ്റ്. ഇനി നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യമുള്ള തെറ്റ് കേട്ടാ. വിഷമങ്ങളെ ബസ്സിരിക്കണം മോനെ അല്ലേ? നിങ്ങൾ കുട്ടിയെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി വരാനുള്ള ഭാഗ്യം അള്ളാഹു തെറ്റ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇപ്പോ റാഹത്ത് അല്ലെങ്കിൽ മദീനയിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കെ പഠിച്ചോ. ഇനി വരാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ഞങ്ങളൊക്കെ പറഞ്ഞയച്ചത് മക്കളാണ്, ഭർത്താക്കന്മാരാണ്, അല്ലെ? സ്വർണ്ണ വിറ്റോലാണ്. അള്ളാഹു ഒരുപാട് സമ്പത്തുള്ള തെറ്റ്, ധാരാളം സമ്പത്ത് അള്ളാഹു തരട്ടെ. സമാധാനം അള്ളാഹു നൽകട്ടെ കേട്ടോ. ഇനിയും നൂറെ ഹബീബിന്റെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ മുമ്പ് വന്നിട്ടുണ്ട്. ഓൾക്കൊരു ഫാത്തിഹ നമ്മൾ ഓതണം. അപ്പോൾ ഓൾക്കൊരു ഫാത്തിഹ ഓതണം അല്ലെ? എന്നാൽ അടുത്ത പ്രാവശ്യം ഗ്രൂപ്പിൽ ഞങ്ങൾ ഓതും. ഇതിന്റെ മുമ്പ് നമ്മളെ കൂടെ ഉംറയ്ക്ക് വന്നവരുണ്ട്. ഓല അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് നമുക്ക് ഓല മറക്കാൻ പറ്റുമോ? നമുക്ക് മറക്കാൻ പറ്റില്ല. മരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദ്വാരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് മുമ്പ് എന്റെ കൂടെ ഉംറയ്ക്ക് വന്നവരുണ്ട്. ഓൽക്കൊരു ഫാത്തിഹ ഇനി വരാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് എല്ലാവരുടെ രോഗങ്ങളും ശിഫയാകാൻ, ആധാരം ബാങ്കിൽ നിന്നെടുക്കാൻ, സ്വർണ്ണാഭരണം ബാങ്കിൽ നിന്നെടുക്കാൻ, മക്കെല്ലാത്തിനും വേണ്ടി ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ, നീ കബൂലാക്കണമല്ലാ. അല്ലാഹുവേ നീ ആപത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കിക്കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നൂറെ ഹബീബ് മജ്ലിസ് കാണുന്ന സ്ത്രീകൾ അല്ലേ? ആ സയ്യിദ് അവരുകൾ ഈ വർഷം ഒരുപാട് ആളുകളെ ഉംറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പതിവ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് പറയാതിരിക്കാതെ നിർവാഹമില്ല. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയാതെ ഈ സയ്യിദിനെ കുറിച്ച് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? സയ്യിദ് ചെയ്യുന്ന ചില പ്രവൃത്തി അങ്ങനെയാണ്. അത് സമൂഹത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ സയ്യിദ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്കെന്താ പ്രശ്നം? അങ്ങനെ ഒരു രീതിയിൽ പോകും. ഉംറയ്ക്കൊന്ന് കൊണ്ടുപോയിട്ട് ഈ ഹറാമിയായ പ്രവൃത്തി എൻ്റെ പ്രിയപ്പെട്ടവർ നോക്കൂ. പല വിധത്തിലാണ് ഈ അടുത്ത ഷിർക്ക് പോലത്തെ വിഷയങ്ങൾ. കാരണം ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിക്കോ എന്ന് പറയുന്ന ഒരു സന്ദേശം അത് സ്വലാത്ത് മജ്ലിസിന് സദസ്സിലാണ് കൊടുക്കുന്നത്. കൊടിമരം, ഇങ്ങനെ പല രീതിയിലുള്ള. എന്തുകൊണ്ട് ആലിമീങ്ങളെ രംഗത്ത് വന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ, കാരണം ഇത് എതിർക്കൽ ബാധ്യതയാണ്. മൻ റഅ മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. തിന്മകൾ കാണുമ്പോൾ അത് കൈകൊണ്ട് എതിർക്കണമെന്ന് മുത്തായ റസൂൽ പറഞ്ഞതാണ്. ഫഇല്ലം യസ്തതി ഫബിൽ ലിസാൻ, നാവ് കൊണ്ട് എതിർക്കണം. അതിന് സാധ്യം കൽബ് കൊണ്ട്. ഒരാളാണ് തിന്മ ചെയ്യുന്നു, അയാൾക്ക് കൈകൊണ്ട് എതിർക്കാൻ സാധിക്കുന്നു, എന്നിട്ട് പോലും എതിർക്കുന്നില്ല. അല്ലെങ്കിൽ നാവ് കൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിലേക്ക് എതിർക്കാൻ കഴിയുന്നു, എന്നിട്ട് പോലും എതിർക്കുന്നില്ല. എന്നാലോ അവൻ മരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ അള്ളാഹെ പിടിച്ച് ശിക്ഷിക്കുമെന്നാണ്. സയ്യിദ് ഈ വർഷം ഉംറയിലേക്ക് പോകുമ്പോൾ ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരൊക്കെ ആയിട്ടാണ് ഉംറയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം നാം കാണേണ്ടതാണ്. ഇവിടെയിൽ ആ കാണുമ്പോൾ വളരെ സ്പഷ്ടമായി നമുക്ക് കാണാം. പ്രിയപ്പെട്ട ഒരു ഉംറക്ക് ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ട് ഉംറ ചെയ്താലേ നമ്മുടെ ഉംറ അതിൻ്റെ ഷർത്തും ഫർദും സുന്നത്തുകളൊക്കെ അല്ലേ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഉംറ ചെയ്താൽ അതിൻ്റെ പരിപൂർണ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതൊക്കെ അതിൻ്റെ ഫർദ് ഷർത്തുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നാം ഉംറ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? എന്ത് കിട്ടാനാണ്? എന്ത് നേട്ടമാണ് കിട്ടാൻ? അല്ലേ? അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം അൽഹംദുലില്ലാഹ്, അത് മതി. ആ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അള്ളാഹു വിരോധിച്ച ഒരു കാര്യം ഒരിക്കലും ചെയ്തു പോകരുത്. തങ്ങളുടെ സ്വലാത്ത് മജ്ലിസ് കാണുന്ന സഹോദരിമാർക്കൊക്കെ അറിയാം തങ്ങളുടെ കോലം എന്താണ് എന്ന്, അല്ലേ? തങ്ങളിടക്ക് സ്വലാത്ത് മജ്ലിസിലേക്ക് നടക്കുമ്പോൾ തലയിൽ നിന്ന് തൊപ്പിയെടുക്കാറുണ്ട്. ആ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് തങ്ങളുടെ തല കണ്ടത്? തലയിൽ മുടിയില്ലാതല്ലേ? തങ്ങളെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുന്നതല്ല. ഈ ഒരു വീഡിയോ കാണും. തങ്ങളുടെ തലയിൽ മുടിയില്ല, എന്നാലും ഇതിൽ നന്നായി മുടി കാണുന്നുണ്ട്. എന്താണ്? വിക്ക് വെച്ചതാണ്, കൃത്രിമമായ മുടി വെച്ചതാണ്. ഇഹ്റാമിൻ്റെ വേളയിൽ തലയിൽ
പുരുഷന്മാർക്ക് ഒന്നും ടൊപ്പി ഒന്നും ധരിക്കാൻ പാടില്ല. അതാണല്ലോ ഫിഖ്. ഇഹ്റാമിൻ്റെ വേളയിൽ തല മറക്കാൻ പാടില്ലല്ലോ. എന്നാലോ ഇഹ്റാം ചെയ്യുന്ന വേളയിൽ തലയിലേക്ക് വിക്ക് ധരിച്ചുകൊണ്ടാണ് ഇഹ്റാം ചെയ്യുന്നത്. പലർക്കും അറിയാം ഇത് തങ്ങളെ തലയിലുള്ളത് കൃത്രിമ മുടിയാണ്, വിക്കാണ് എന്നറിയാം. അപ്പോൾ ഈ ഒരു ദൃശ്യം കാണുന്നവർ അവരും ഇനി അടുത്ത ഉംറയിലേക്ക് വരുമ്പം ഇതുപോലെ തല മറിച്ച് വരും, കൃത്രിമ മുടി വെച്ച് വരും. കാരണം തല തുറക്കുമ്പോൾ തലയുടെ എല്ലാ കോലങ്ങളും കാണുമല്ലോ എന്ന്. അള്ളാഹു നമുക്ക് തന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അത് ക്ഷമയോടെ സ്വീകരിക്കല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ കുറിച്ചൊന്നും പറയുന്നതല്ല, അദ്ദേഹത്തിനെ മോശമായി പറയുന്നതൊന്നുമല്ല. കാരണം ഇത് ജനങ്ങൾ വളരെ മോശമായ സന്ദേശമാണ്, വളരെ അവർക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന സന്ദേശം ഇതിൽ വലിയ ദോഷമുണ്ടാക്കും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ജനങ്ങളത് അറിയിക്കൽ ബാധ്യതയാണ്. നോക്കൂ, തലയിൽ ഇത്തരത്തിലുള്ള വിക്കൊക്കെ ധരിച്ചുകൊണ്ട് ഇഹ്റാമിൻ്റെ വേളയിൽ ചെയ്താൽ ആ ഇഹ്റാം ഒരിക്കലും സ്വഹിയാവുകയില്ലല്ലോ. തല മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത് തല മറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. തങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുന്നത് ഈ അടുത്തൊരാൾ ചോദിച്ചതാണ് ഇങ്ങനെ, ഉസ്താദെ സ്നേഹിക്കൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, സ്നേഹിക്കൽ പാടില്ലല്ലോ, ഹറാമല്ലേ. സ്നേഹം അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും മാതാപിതാക്കളോടല്ലാത്ത മറ്റുള്ള സ്നേഹം പാടില്ലാത്തതാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഉസ്താദന്മാർ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് പറ്റുമെന്നാണ് ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ ഒരു തിന്മ ചെയ്താൽ അല്ലേ, ആ തിന്മ അതൊരു ഉസ്താദ് ചെയ്യലോടുകൂടി അല്ലെങ്കിൽ ഒരു സയ്യിദ് ചെയ്യലോടുകൂടി ആ തിന്മ ഹലാലാകുമോ? അത് തിന്മയാണല്ലോ, തിന്മ ഹലാലാകാൻ പോകുന്നു. ഒരാൾ മദ്യപാനം ഹറാമാണ് പരിശുദ്ധ ദീനിൽ. ഒരു തലപ്പാവ് ധരിച്ച ഒരു ഉസ്താദ് മദ്യപിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ ഉസ്താദ് മദ്യപിക്കലോടുകൂടി ആ മദ്യപാനം ഒരിക്കലും ഹലാലാകുമോ? ഇല്ലല്ലോ. അങ്ങനെ ഹറാമിലൂടെ നമ്മുടെ തുടങ്ങുന്ന ഈ ബന്ധത്തിൽ ഒരിക്കലും ഹൈറില്ല. അടുത്ത് ഒരു സന്ദർശകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, തട്ടമിട്ട പെണ്ണുങ്ങളുണ്ട്, തട്ടമിടാത്ത സഹോദരിമാരുണ്ട്. തട്ടമിട്ട പെണ്ണുങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് വിവാഹം? ഈ സ്നേഹിച്ച് വിവാഹം കഴിക്കലാണോ നല്ലത്, അതല്ലാത്ത ഇങ്ങനെ കണ്ട് ഇങ്ങനെ വിവാഹം കഴിക്കലാണോ നല്ലതെന്ന് ചോദിക്കും. തട്ടമിട്ട പെണ്ണുങ്ങൾ കൊടുത്ത മറുപടി വല്ലാത്ത മനസ്സിനെ വേദനിപ്പിക്കുന്നു. അവർ പറഞ്ഞത്, അത് നല്ലത് ഇങ്ങനെ സ്നേഹിച്ച് വിവാഹം കഴിക്കലാണ്. കാരണം അവനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്, അവൻ ആരാണ്, അവൻ്റെ എങ്ങനെ രീതി എന്താണ് എന്ന്. പക്ഷേ ഇത് മറ്റു രീതിയിലാണെങ്കിലോ അവർ വരുന്നു, നോക്കുന്നു, പിന്നെ വിവാഹം കഴിക്കുന്നു, പിന്നെ നമുക്ക് അവരെക്കുറിച്ച് ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് സ്നേഹിച്ച് വിവാഹം കഴിക്കലാണ് എന്നാണ് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളുടെ മറുപടി. അതിൽ നല്ല ഒരു തട്ടമിടാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി കൊടുത്ത മറുപടി കിടിലൻ മറുപടിയാണ്. നമ്മുടെ പെൺകുട്ടികളൊക്കെ ലജ്ജിപ്പിക്കുന്ന മറുപടിയാണ്. അവനോട് ചോദിച്ചു, നിൻ്റെ ഉമ്മയും നിൻ്റെ ഉപ്പയും എങ്ങനെയാണ് അവരുടെ ജീവിതം? വളരെ സന്തോഷത്തിലാണോ? അവർ സന്തോഷത്തിലാണ്, വളരെ ഹാപ്പിയാണ്, നല്ല റാഹത്തിലാണ്, മക്കളോടൊക്കെ നല്ല സ്നേഹം, നല്ല ദാമ്പത്യ ജീവിതമാണ്. അങ്ങനൊരു ജീവിതം നമുക്കൊന്നും കഴിയില്ല, അവരുടെ സ്നേഹമൊക്കെ അത്ഭുതമാണ്. അപ്പോൾ പെൺകുട്ടി ചോദിച്ചു, നിൻ്റെ ഉപ്പയും ഉമ്മയും സ്നേഹിച്ചവരാണോ വിവാഹം കഴിച്ചത്? അല്ലല്ലല്ല, ഇങ്ങനെ കണ്ടുമുട്ടിട്ടാണ്. കൂടുതൽ അമ്മമാർ അങ്ങനെ തന്നെയാണല്ലോ. അതെ. എന്നിട്ട് അവരുടെ സ്നേഹം എങ്ങനെയുണ്ട്? വളരെ സന്തോഷത്തിലാണ്, നല്ല റാഹത്തിൽ പോകുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ലത് അതാണ്, അത് പ്രകൃതിയാണ്, അത് അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിക്കൊള്ളും. അതുകൊണ്ട് ഏറ്റവും മാതാപിതാക്കൾ അന്വേഷിച്ച് നല്ല ഒരു ചെക്കനെ കണ്ടെടുത്ത് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടെടുത്ത് വിവാഹം കഴിച്ചു തരും. അതിൽ ബർക്കത്തുണ്ട്, ആ ജീവിതം സന്തോഷത്തിൽ പോകും. എന്ത് മറുപടിയാണ് നമ്മുടെ പെൺകുട്ടികളാ പറയുന്നതാ? അത് വിവാഹം അതൊന്നും പറ്റൂല, അതിൽ കാരണം അവനെക്കുറിച്ച് പഠിക്കാനൊന്നും പറ്റൂല, ഇതാണ് ഇങ്ങനെ ജീവിതമെല്ലാം വ്യഭിചരിച്ച് അവസാനം മടുത്തിട്ട് പിന്നെ അവസാനം ആ വിവാഹം ബ്രേക്കപ്പ് ആവലുണ്ട്. പിന്നെ ടെൻഷൻ അടിച്ച് പിന്നെ ജീവനൊടുക്കി എത്ര
ഡോക്ടർമാരായി പഠിക്കുന്ന MBBS പഠിക്കുന്ന എത്ര പെൺകുട്ടികളാണ് ജീവൻ ഒടുക്കിയത്? എത്ര മുസ്ലിം പെൺകുട്ടികളാണ്? കാരണം അവൻ ഫോൺ ബ്ലോക്ക് ചെയ്തു. ഫോൺ വിളിക്കുമ്പോൾ ഫോൺ ബ്ലോക്ക് ചെയ്ത് ഒറ്റ കാരണം കൊണ്ട് പിന്നെ ജീവനില്ല. അത്രയേ ഉള്ളൂ. അവനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിന്നറിയോ? 10ാം ക്ലാസ് മുതൽക്ക് പഠിക്കാൻ തുടങ്ങിയതാണ്. പഠിച്ചിട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെ അവസാനം ജീവൻ ഒടുക്കി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു പ്രവൃത്തി തലമറച്ചു കൊണ്ടുള്ള ഇഹ്റാം അതൊരിക്കലും സ്വഹിയാവുകയില്ല. അപ്പോൾ തങ്ങളുടെ തലയിലുള്ള ഈ വിക്ക് കൊണ്ടിൻ്റെ പ്രിയപ്പെട്ടവരെ രാമാരും ചെയ്തു പോകരുത്. അത് നമ്മുടെ ഉംറയെ ബാത്തിലാക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.